കുന്നിച്ചോ മിനസാൻ നാനോ മിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാനോ മിഷൻ്റെ സീസൺ 1ൻ്റെ ഫൈനൽ എപ്പിസോഡാണ്, അതായത് എപ്പിസോഡ് 53. ഈ ഒരു എപ്പിസോഡ് കൂടെ ചെയ്ത് കഴിയുന്നിടത്ത് നമ്മൾ ഏകദേശം 142ഓളം ചാപ്റ്റേഴ്സ് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല, നാളെ തൊട്ട് തന്നെ സീസൺ 2 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഇത് സീസൺ 1 എൻ്റെ ആയതുകൊണ്ട് ഞാൻ സീസൺ 1 എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോർമലി വീഡിയോ ഇടുന്ന പോലെ എല്ലാ ദിവസവും നാനോ മിഷൻ്റെ വീഡിയോസ് ഇനിയും ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ TVTയിൽ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. കഴിഞ്ഞ ചാപ്റ്റർ റിലീസായപ്പോൾ ഞാൻ അടുത്തൊരു ചാപ്റ്റർ കൂടെ വന്നിട്ട് 2 ചാപ്റ്റേഴ്സ് കൂട്ടിച്ചേർത്തോണ്ടൊരു വീഡിയോ ചെയ്യാനാണ് ഇരുന്നത്. എന്നാൽ ഈ ആഴ്ച നമ്മുടെ TVT റിലീസായില്ല, അതുകൊണ്ട് വീണ്ടും ആ പ്ലാൻ കൊളായി. എന്തായാലും അടുത്ത ആഴ്ച ഇനി അടുത്ത ചാപ്റ്റർ ഇറങ്ങുന്നിടത്ത് ഞാൻ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഇടുന്നതായിരിക്കും. സോ അത്ര നാൾ ഒന്ന് കാത്തിരുന്നേക്ക്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോങ് വീഡിയോ എൻജോയ് ചെയ്യാനും സാധിക്കും. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും എന്തായാലും കണ്ടേക്കണം. അതേപോലെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് വാങ്ഷുലിനാണ് കാണാൻ സാധിക്കുന്നത്. ചാക്ക്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ ചാക്കാട്ടെ ഒന്നും തന്നെ മിണ്ടുന്നില്ലായിരുന്നു. അല്ലടാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മൈലിക്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. താങ്കൾ ശരിക്കും ഇൻക്രെഡിബിളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 പേർ ചേർന്നിട്ട് പോലും താങ്കൾ ഇന്ന് തൊടാൻ പോലും. എനിക്കിനി മിസ്റ്റിക് റിലേറ്റിലേക്ക് ഒത്തിരിയധികം ദൂരമുണ്ട്. മിസ്റ്റിക് റിലവോ? ഞാനിപ്പോൾ ട്രെയിൻ ചെയ്യുന്നുണ്ടാ, രാത്രിയൊക്കെ മെഡിക്കേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കിതുവരെ അതിലേക്ക് ഒരു പടി എടുത്ത് വെക്കാൻ സാധിച്ചിട്ടില്ല. ഞാനിത് വെറുതെ വെച്ചിട്ടും കാര്യമൊന്നുമില്ല. കൾട്ട് ലീഡർ, ഞാൻ എൻ്റെ റെസ്പെക്ട്സ് താങ്കൾക്ക് നേരിടുന്നു. എൽഡർ ഹോൻ, എന്ത് പറ്റി? അത് പിന്നെ നമ്മുടെ ഹെബി പ്രൊവിൻസിൽ നിന്ന് നമ്മുടെ ഡാർക്ക്നെസ്സിലെ ഒരു മെമ്പർ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജോ? ഹെബി പ്രൊവിൻസിൽ നിന്നോ? എന്തെങ്കിലും പറ്റിയോ? നമ്മൾ ഡിവൈൻ ഫിസിഷ്യനെ കണ്ടെത്താൻ വേണ്ടി അവിടേക്ക് അയച്ച ഒരു സ്പെഷ്യൽ ഡിസ്പാച്ച് സ്ക്വാഡില്ലേ, അവരെല്ലാവരും ദി അബാൻഡൻ സോഡ് വാലിൽ വെച്ച് കാണാതായി. പിന്നെ കാണിക്കുന്നത് 10 ദിവസം മുമ്പുള്ള ഒരു കാര്യമാണ്. അവിടെ ഒരു ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ അത് ആ വാലി കഴിഞ്ഞ് കാണുന്ന ഫോറസ്റ്റ് അതാണ്. റിയലി? താങ്ക്സ്. താങ്ക്സിൻ്റെ കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ വീണ്ടും ആ കാര്യം പറയുവാണ്. നിങ്ങൾ ഇനി അങ്ങോട്ട് ഇതെല്ലാം നിങ്ങളുടെ ഇത് തന്നെയാണ്. എന്തായാലും അവിടേക്ക് പോയി ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നിങ്ങളിപ്പോൾ നടക്കുന്നത് നിങ്ങളുടെ മരണത്തിലേക്കാണ്. ബടാ, നമുക്കെന്തായാലും പോയേക്കാം. പിന്നെ കാണിക്കുന്നത് അവർ നേരെ മുന്നിലേക്ക് നടക്കുന്നതാണ്. അവിടെയാണ് അബാൻഡൻ സോഡ് വാലി എന്ന് കാണാൻ സാധിച്ചത്. അവിടെ നോ എൻട്രി എന്ന ബോർഡും ഉണ്ടായിരുന്നു. ഈ കാട്ടിനുള്ളിലേക്ക് കയറിയിട്ട് എനിക്കൊരു സോഡ് എനർജി റെസൊനേറ്റ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അല്ല, അതിനെ ഫോളോ ചെയ്യണോ? ഞാനിനി മുന്നിലേക്ക് നടക്കാം, നിങ്ങൾ എൻ്റെ പിന്നിൽ വന്നാൽ മതി. യെസ്. അതിനുശേഷം അവർ ആ ഉൾക്കാടിലേക്ക് വീണ്ടും കയറാൻ തുടങ്ങി. ആ കാടിൻ്റെ അകത്തേക്ക് പോകുന്നിടത്ത് അതിൻ്റെ വീതിയും കൂടി വന്നു. പിന്നെ കാണുന്നത് എൽഡറിയോൺ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ ബേഗ്ജി, അവളും എല്ലാവരും ഞെട്ടി നിൽക്കുവാണ്. പെട്ടെന്നാണ് അവൾ വീണ്ടും ഒന്ന് ഞെട്ടിയത്. അടുത്ത സെക്കൻഡ് തന്നെ തൻ്റെ സോഡും അവൾ എടുക്കുകയും ചെയ്യും. എന്നാൽ ആ ഒരു കാഴ്ച കണ്ട് അവൾ കംപ്ലീറ്റ്ലി ഞെട്ടിത്തെറിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ നിന്നുപോയി. അങ്ങനെ 20 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ദി യെല്ലോ റിവറാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അല്ല, ഇത് ശരിക്കും വലുതാണല്ലോ. അപ്പോൾ ഇതാണല്ലേ യെല്ലോ റിവർ? ഇതേ സമയം തന്നെ ഒരുത്തൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവനായിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അത് മറ്റാരുമില്ല, നമ്മുടെ ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ടിലെ യാങ് ഡാൻഹ്വ എന്ന് പറയുന്ന 4th എൽഡറാണ്. ഒരു എൽഡറായിട്ട് എൻ്റെ ഫസ്റ്റ് മിഷൻ ഒരു ഫൈറ്റിംഗ് മിഷൻ അല്ല, പകരം ഒരു ഗൈഡിങ് ആണ്, അതും സെൻട്രൽ പ്ലാൻസിലേക്ക്. ഞാനിത് ചെയ്തില്ലെങ്കിൽ എന്തായാലും എൽഡർ ഗാർഡിയൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഗാർഡിയൻ ഇത് ചെയ്യേണ്ടി വന്നേന്നാ. മൈലി, ഈ ഒരു യെല്ലോ റിവർ നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓർത്തഡോക്സ് ഫാക്ഷൻ്റെ ടെറിട്ടറിയാണ്. അവരെന്തായാലും താങ്കളെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. പക്ഷെ താങ്കൾ എങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഗാർഡ് അപ്പ് ചെയ്ത് തന്നെ ഇരിക്കാൻ. മനസ്സിലായി. ആ കാണുന്ന ഫെറി കണ്ടോ, അവിടെ കൂടെ വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ. എന്തായാലും കുറച്ച് പേര് അവിടെ ഗ്യാദർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഹിയോബങ് പറയും ചെയ്യും, മൈലിക്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബോട്ടിൽ കയറുന്നത്, ആദ്യമായിട്ട്. ആ സമയത്ത് തന്നെ ഗിയോബങ് പറയും ചെയ്യും, ഞാനും. പക്ഷേ 6 ബാക്കിയുള്ളവർക്കൊന്നും വരാൻ പറ്റാത്തത് സത്യം പറഞ്ഞാൽ കുറച്ച് സങ്കടമുണ്ട്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ സീക്രട്ടായല്ലേ മുന്നോട്ട് വരുന്നത്. പിന്നെ വാങ്ചുലിനെ പോലെ അവനെ പോലെ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സൈസ് കാണുന്നിടത്ത് തന്നെ എല്ലാവരും അവൻ്റെ നേരെ അട്രാക്റ്റ് ആയിട്ട് വരും. പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ വാങ്ചുലി ഈ ന്യൂസ് കേട്ടിട്ട് കംപ്ലീറ്റ്ലി കുറച്ച് ആങ്ഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. അവനായിട്ട് ഒരു ഉറക്കം പോലും ഇല്ലാഞ്ഞ പോലെ. അവൻ ചിലപ്പോൾ ബേഗ്സിനെ പറ്റി ആലോചിച്ചിട്ടായിരിക്കും. ഹലോ വാർഡൻ മുൻ, താങ്കൾക്ക് ആ കാര്യം അറിഞ്ഞൂടെ? എന്ത്? എനിക്ക് അറിഞ്ഞൂടല്ലോ. അത് താങ്കൾ അറിഞ്ഞോളും. ഇതേ സമയത്ത് നമ്മുടെ എൽഡർ ഡാങ് ആയിട്ട് പറയും ചെയ്യും, ഇവർ രണ്ടുപേരും ശരിക്കും നിഷ്കളങ്കരാണ്. പക്ഷെ ഇതൊരു യുണീക്കുള്ള സിറ്റുവേഷനാണ്. ഹിയോബങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫസർ ഹോയുടെ ഒരു എയ്ഡ് ചെയ്യുന്ന ഒരാളാണ്. അതുമാത്രമല്ല ഗാഡൽ പവലിലെ ലീഡറാണ് ഹോ ജിങ് ചാൻ. ഇപ്പോൾ അവൻ സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല, സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. അവൻ അൾട്ടിമേറ്റ് പീക്കുമാണ്, അതൊട്ടും വീക്കുമല്ല. പക്ഷെ എങ്കിൽ കൂടിയും കൾട്ട് ലീഡർ ചൂസ് ചെയ്തത് ഇവരെയാണ്.
പക്ഷേ ഇതിനെ കുറിച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ ചൂസ് ചെയ്യായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ കംപ്ലീറ്റ്ലി ലോയലാണ്. കഴിഞ്ഞ 10 ദിവസം അവൻ കൾട്ട് ലീഡർ എന്ന് വിളിക്കാത്ത നിമിഷങ്ങളില്ല. അടുത്തത് ഗ്യൂമിൻ, അതായത് വാർഡൻ മുൻ. അവൾ എന്തായാലും ഒരു ഹ്യൂമൻ ഫേസ് വെച്ചുകൊണ്ട് അവളുടെ ബ്യൂട്ടി കവറപ്പ് ചെയ്യുന്നുണ്ട്. എങ്കിലും അവൾ ശരിക്കും സ്ട്രോങ് ഒരാളാണ്. ഇവൻ പുള്ളിക്കൻ്റെ ട്രോപ്പിൽ തന്നെ സെക്കൻഡ് നിൽക്കുന്നത് അവളല്ലേ. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിട്ടുള്ളത് അത് ശരിക്കും കൾട്ട് ലീഡർ തന്നെയാണ്. ദി സെക്കൻഡ് ജനറേഷൻ ഓഫ് ദി ഹെവൻലി ഡീമൻ. അത് നമ്മുടെ ഹിസ്റ്ററിൽ തന്നെ 2ാമത് തവണ. അതിലുപരി അദ്ദേഹം ഇതെല്ലാം ചെയ്തത് വെറും 20 വയസ്സുള്ളപ്പോൾ മാത്രമാണ്. അതുമാത്രമല്ല 6 സെറ്റിൻ്റെ കംപ്ലീറ്റ്ലി അദ്ദേഹം പൂട്ടി കെട്ടിയിരിക്കുന്നു. എന്തായാലും മാർഷൽ പവേഴ്സ് വെച്ച് നോക്കാത്തത് അദ്ദേഹം എന്നെക്കാട്ട് വളരെ മുന്നിലാണ്. അത് എന്തുമാത്രം കേപ്പബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇത്തവണ എനിക്ക് കാണാൻ സാധിക്കുമെന്ന്. അതിനുശേഷം ഇയോൺ ചിയോണും അവൻ്റെ ഗ്രൂപ്പും മുന്നിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അവർ റെസ്റ്റ് പോലും എടുക്കാതെ ഏകദേശം 5 ദിവസം നിർത്താതെ സഞ്ചരിച്ചു. ഓരോ സ്ഥലത്ത് നിന്ന് കുതിരകളെ മാറി മാറിയാണ് അവർ മുന്നിലേക്ക് പോയത് തന്നെ. ഇവഞ്ച്വലി അവരവിടെ എത്തി. ദി ഹെവൻ പ്രൊവിൻസ്, അതായത് നമ്മുടെ സോഡ് വാലിയുടെ അകത്തുള്ള ഹേബി പ്രൊവിൻസിൻ്റെ ഒരു സ്ഥലമാണ്. അല്ല, കണ്ടിട്ട് നന്നായിട്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മൈലിക്, ഞാൻ ഇന്നെ അവിടെ കാണുന്നുണ്ട്. എങ്കിൽ മൈലിക്, നമുക്ക് തൽക്കാലത്തേക്ക് ഇന്നേക്ക് നേരത്തെ റെസ്റ്റ് എടുത്ത് നാളെ കുറച്ച് നേരത്തെ ഇറങ്ങിയാലോ? ആ സമയത്ത് ഇവൻ പറയുകയും ചെയ്യും. എന്തായാലും കേട്ട് വെച്ച് നോക്കുന്നിടത്ത് കാണുന്ന സ്റ്റീപ്പായുള്ള മൗണ്ടൻസിൻ്റെ ഇടയിലായിരിക്കണം ഈ ഒരു അബാൻഡൻ സോഡ് വാലി ഉള്ളത്. മാർഷൽ പവേഴ്സ് വെച്ച് നോക്കാനത് എല്ലറിയോൺ ഒട്ടും തന്നെ നിസ്സാരമല്ല. പിന്നെ ബേഗ്ജിയും സാങ്ങും അവരെല്ലാവരും ശരിക്കും സ്ട്രോങ്ങറാണ്. അതുകൊണ്ട് അവരെങ്ങനെയാണ് തോറ്റത്? എന്തായാലും ഇത് ഇപ്പം തന്നെ കണ്ടറിയാൻ പറ്റുമല്ലോ. പിന്നെ കാണിക്കുന്നത് ഒരു ഇന്നാണ്. ആ സമയത്ത് തന്നെ ഗിയു പറയുകയും ചെയ്യും, ഇതത്ര വലുതൊന്നുമല്ല, പക്ഷെ കാര്യം നടക്കുമെന്ന് തോന്നുന്നു. അതിനുശേഷം അവർ 3 പേരും കൂടെ അകത്തേക്ക് കയറി ചെന്നു. എന്നാൽ കയറി ചെന്ന സെക്കൻഡ് തന്നെ അവൻ ശരിക്കും ഒന്ന് ഞെട്ടി. നാശം, നമ്മൾ ഇത്ര നേരം ഓർത്തഡോക്സ് മാർഷൽ ആർട്ടിസ്റ്റിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. എന്നാൽ വന്നു കയറിയത് കണ്ടത് തന്നെ വുഡാങ്സിലെ ടോസ്റ്റിനെയാണല്ലോ. ഇതത്ര നല്ലതുമല്ല. എന്നാൽ ഇതേ സമയത്ത് പുറത്ത് നന്നായിട്ട് മഴ ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങി. ഇത് ശരിക്കും പെട്ടൊരവസ്ഥയാണല്ലോ. കൾട്ട് ലീഡർ എന്തായാലും ഒരു ഹ്യൂമൻ മാസ്ക് വെച്ചിട്ടുണ്ട്. എങ്കിലും ഓർത്തഡോക്സ് മുസ്ലിം അലയൻസ് ആണ് ഇവിടെ ഉള്ളത്. അദ്ദേഹം ഇവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും അവരുടെ മൂവ് ചെയ്യും. കൾട്ട് ലീഡർ ഇവിടെ കുറച്ചധികം ആൾക്കാരുണ്ട്. അതിൽ കൂടുതലും ഓർത്തഡോക്സ് മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആ ഒരു ടോയിസ്റ്റില്ലേ, അവരെ മാത്രമാണ്. അവർ വുഡാൻസിൽ നിന്നുള്ളവരാണ്. അല്ല, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു വെതർ കണ്ടീഷനിൽ അവരെ തേടുന്നത് അതെന്തായാലും അത്ര നല്ലതല്ല. സോ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇവരുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നിലേക്ക് പോകാം. നമുക്ക് എന്തായാലും മുന്നിലേക്ക് തന്നെ പോവാം, പക്ഷെ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. എന്തൊരു മഴയാണെന്ന് പെട്ടെന്ന് അതും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഹിയോബങ് അടുത്തേക്ക് കയറി വന്നത്. നിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ അടച്ചു പിടിക്കുക. എന്ത്? ഞാനാണ് പറയുന്നത്, മിണ്ടാതിരിക്കുക. അതിനുശേഷം ഹിയോബങ്ങും അവരുടെ കൂടെ വന്ന് ഇരിക്കുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ അവനൊരു കാര്യം ശ്രദ്ധിക്കും, നമ്മുടെ ഹിയോബങ്ങും ഗിയും കംപ്ലീറ്റ്ലി നെർവസ് ആണ്. പക്ഷേ അവർ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് കൾട്ട് ലീഡർ കംപ്ലീറ്റ്ലി ഫൈനാണ്. അദ്ദേഹത്തിൻ്റെ ധൈര്യം അതെന്തായാലും പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. അല്ല, നിങ്ങൾ കഴിക്കാൻ മാത്രം വന്നതാണോ അതോ ഇവിടെ സ്റ്റേ ചെയ്യാൻ? ഇവിടെ empty റൂംസ് വല്ലതും ഉണ്ടോ? എന്നോട് ക്ഷമിക്കണം, നിങ്ങൾക്ക് റൂംസ് ആണല്ലേ വേണ്ടത്. പക്ഷെ നിങ്ങളിവിടുത്തെ സിറ്റുവേഷൻ കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. എന്നാൽ റൂം ഒരെണ്ണമുണ്ട്, പക്ഷെ അതത്ര നല്ലതല്ല, ചെറിയ പ്രശ്നങ്ങളുണ്ട്. അല്ല, കൾട്ട് ലീഡറിന് ഒറ്റക്കൊരു റൂമിൽ അതൊരിക്കലും പോസിബിളും അല്ല. അപ്പോൾ റൂമാണല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഒരു കാര്യം ചെയ്യ്, ഞാൻ എൻ്റെ റൂം നിങ്ങൾക്ക് തന്നേക്കാം. നിങ്ങൾ എന്തായാലും കസ്റ്റമേഴ്സ് അല്ലേ, നിങ്ങളത് പതുക്കെ കൊടുത്താൽ മതി. ടൂസ് മു ജിജ വുഡൻ സെഗ്ലെ, താങ്കൾ എന്തായാലും താങ്കളുടെ റൂം ഇവർക്ക് കൊടുക്കാമെന്നാണ് ഈ പറയുന്നത്. അല്ല, താങ്കൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ടോയ്സ്മോ റിയലി താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. ഒരിക്കലും അല്ല, നമുക്ക് എല്ലായിടത്തും ഓരോ ഫ്രണ്ട്സ് ആവശ്യമല്ലേ. നിങ്ങളെ കാണുന്നിടത്ത് തന്നെ അറിയാം എല്ലാവരും മാർഷൽ ആർട്ടിസ്റ്റ് പഠിക്കുന്നവരാണെന്ന്. അതുകൊണ്ട് അത് വലിയ കാര്യമൊന്നുമല്ല. പിന്നെ നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിനെ ഫോളോ ചെയ്തല്ലേ ഈ മാർഷൽ ആർട്ടിസ്റ്റ് പഠിക്കുന്നത്. അപ്പോൾ അവൻ തെറ്റിദ്ധരിച്ചിരിക്കുവാണ് ഞങ്ങളും ഓർത്തഡോക്സ് മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന്. നന്നായി. പിന്നെ എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ യങ് മാസ്റ്ററിനെ സെർവ് ചെയ്യാൻ നോക്കുവാണെന്ന്. കുഴപ്പമില്ല കേട്ടോ, ഞാൻ തന്ന റൂം നിങ്ങൾ എന്തായാലും ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്തോളൂ. ആ സമയത്താണ് ആ ഒരു ടോയ്സ് നേരെ നമ്മുടെ ഹിയോബോങ്ങിനെ നോക്കിയത്. എന്നിട്ട് അവനെ നോക്കി ഒന്ന് കണ്ണടച്ചിട്ട് പോവുകയും ചെയ്യും. എന്നാൽ ഇത് കണ്ടപ്പോൾ ഹിയോബോങ് കംപ്ലീറ്റ്ലി അങ്ങ് ഞെട്ടിത്തരിച്ചു പോയി. അവനെന്ത് പറയണമെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു. ഈ സമയത്ത് ഇവന് നന്നായിട്ട് ചിരിയും വരുന്നുണ്ടായിരുന്നു. അല്ല, ഇതെന്താണ്? ഹിയോബോങ് ഞങ്ങളുടെ കൂട്ടത്തിൽ വീക്കായതുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ ലീഡറാണെന്ന് ഇദ്ദേഹം തെറ്റിദ്ധരിച്ച് കാണുമല്ലേ? മൈലോഡ്, അവൻ ശരിക്കും വീഴാണ്. അല്ല, ഇനി എങ്ങനെ നമ്മുടെ എൽഡർ ഹോനെ പോലെ അവനൊരു പെർഫെക്റ്റ് ആയിരിക്കുമോ? കൾട്ട് ലീഡർ ആ ഒരു ജെയ്ഡ് പ്ലേഗോണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡിവൈൻ ഫിസിഷ്യനെ കാണാൻ സാധിക്കത്തുള്ളൂ. സോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അബാൻഡൻ സോഡ് വാലിൽ തന്നെ നമ്മുടെ ലുക്ക് പ്രയോറിറ്റൈസ് ചെയ്യണം. നാളത്തേക്ക് ഈ മഴ നിൽക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ നാളെ നേരത്തെ പോകാനാണ് തീരുമാനിച്ചത്? അല്ല, ഇവിടെ ഇങ്ങനെ മഴ പെയ്യാറുണ്ടോ? കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ മഴ പെയ്യാറൊന്നുമില്ല. ഇത് ജസ്റ്റ് ടെമ്പററി ഷവർ മാത്രമാണ്. എങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ
നിങ്ങൾ പോകാൻ പോകുന്നത് ദി അബാൻഡൻ സോഡ് വാലിയിലേക്കാണോ? ഇത് കേട്ടപ്പോൾ ബാക്കിയുള്ളവർ അവനെ ശ്രദ്ധിക്കേണ്ടി തുടങ്ങി. അതൊരാളായിരുന്നു, പലരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു പേര് കേട്ടപ്പോൾ തന്നെ പലരുടെ ശ്രദ്ധ ഇവിടേക്ക് വന്നിരിക്കുന്നു. ഇത് ഞാൻ വെറുതെ പറയുമെന്നാരും വിചാരിക്കണ്ട, പക്ഷെ അവിടേക്ക് പോകാത്തതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ല, അതെന്താണ്? അവിടേക്ക് പോയ മനുഷ്യരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. സോ നിങ്ങൾ റെക്ലെസ് ആയിട്ടൊന്നും ചെയ്യേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ല, ഇത് കുറച്ച് സ്ട്രേഞ്ച് ആണല്ലോ. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ഞങ്ങളുടെ ടീം മാത്രമാണ് അവിടെ കാണാതെയത്. പക്ഷെ ഇദ്ദേഹം പറയുന്നത്, അല്ല, താങ്കൾക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടെ കൂടുതൽ ഞങ്ങളോട് പറയാൻ സാധിക്കുമോ? കുറച്ച് നാൾക്ക് മുമ്പ് കുറച്ചധികം മാർഷൽ ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് വന്നിരുന്നു. അവരെന്തൊക്കെ വന്ന് പറഞ്ഞു. അവർ നേരെ അവിടേക്കാണ് പോയത്. എന്നാൽ കയറുന്നത് കണ്ടെങ്കിലും തിരിച്ചിറങ്ങുന്നത് ആരും തന്നെ കണ്ടിട്ടില്ല. ഇതേ സമയത്ത് ഒരു വലിയൊരു മിന്നൽ അവിടെ അടിക്കുകയും ചെയ്യും. അല്ല, ഈ ഒരു വാലിയിൽ എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ടാണോ? അയ്യോ, അത് ഈ പാവപ്പെട്ടവൻ എങ്ങനെ അറിയാനാണ്? അത് എനിക്കറിയാൻ മേലാത്ത കാര്യമാണ്. ഇനി എന്തായാലും ഞാൻ നിങ്ങളെ വാൺ ചെയ്തില്ല എന്ന് പറയില്ല കേട്ടോ. അതും വേണ്ട, അവൻ തിരിച്ചു നടന്നു. എന്തായാലും മഴ എന്തായാലും ഉടനെ തന്നെ നിൽക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വലിയ പ്രശ്നവും കാണത്തില്ല. പക്ഷേ ഞാൻ തിരിച്ചു പോകാനേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നത് മരണത്തിലേക്കായിരിക്കും. മൈലോഡ്, അദ്ദേഹത്തിന് കുറച്ചധികം കാര്യങ്ങൾ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് മിണ്ടണ്ട. അത് കഴിയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അവനെന്ന് സംസാരിക്കാം. ഓക്കെ ജിഞ്ച, അവൻ പറഞ്ഞത് കേട്ടോ. സോ ആ ഇന്നോടനെ എന്തൊക്കെ ഇതിനെപ്പറ്റി അറിയാമെന്നാണ്. നമുക്ക് എന്തായാലും ഇപ്പോൾ റഷ് ചെയ്യേണ്ട, പതുക്കെ അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാം. ഈ സമയത്ത് തന്നെ ഇയോൺ പറയുകയും ചെയ്യും, അല്ല, ഇവിടെ മുഴുവൻ തന്നെ ഡിസ്റ്റൻറ്റ് വിസ്പറിംഗ് ടെക്നിക്കാണല്ലോ. അല്ലടാ, പക്ഷേ ഇത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നില്ലേ? കാര്യം നമ്മൾ അന്ന് ഐറ്റം കൊണ്ടുവന്നപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ആ ഐറ്റം കൊണ്ടുവരാത്തവരാണോ ഇങ്ങനെ കാണാതാകുന്നത്? അല്ല, ഇനി ഡിവൈൻ ഫിസിഷ്യന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? സംഭവിക്കാനോ? നിനക്കറിഞ്ഞൂടെ ഡിവൈൻ ഫിസിഷ്യനെ ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന്? അതും ശരിയാണ്. ഇവിടെ കുറേ പേരുണ്ട്. തൽക്കാലം മഴ നിൽക്കട്ടെ. നമുക്കെന്തായാലും രാത്രി കുറച്ച് നേരത്തെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതെല്ലാം പല ആൾക്കാർ ഡിസ്റ്റന്റ് വിസ്പറിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് പറയുന്നതാണ്. എന്നാൽ ഇതെല്ലാം തന്നെ ഇയോന് കേൾക്കാനും സാധിക്കുന്നുണ്ടായിരുന്നു. അവർ പറയുന്ന ഈ ഒരു ഐറ്റം, അതാ ഡിവൈൻ ഫിസിഷ്യന്റെ ഒരു സ്കാർലറ്റ് ജേഡ് ആയിരിക്കുമോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഡിവൈൻ ഫിസിഷ്യൻ ഇവിടെ തന്നെയുണ്ട്, ദി അബാൻഡൻ സോഡ് വാലിയിൽ. എന്നാൽ എല്ലറിയോനും ബാക്കിയുള്ളവരും അവരെങ്ങനെയാണ് മിസ്സായത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അബാൻഡൻ സോഡ് വാലിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. മൈലോഡ്, നമുക്ക് എന്തായാലും ഇന്നത്തേക്ക് റെസ്റ്റ് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് റിക്കവർ ആയതിനു ശേഷം നാളെ രാവിലെ തന്നെ പോകുന്നതാണ്. എന്തായാലും 2 റൂമില്ലേ, ഒരു കാര്യം ചെയ്യാം. മൈലികും പിന്നെ അല്ലല്ല, ഒരു നിമിഷം എല്ലാവരും നമ്മുടെ ഇൻക്യൂബർ പറഞ്ഞ് കേട്ടല്ലേ, ഇവിടെ 2 റൂമുണ്ട്. പക്ഷെ ഒരു റൂം കംപ്ലീറ്റ്ലി ശരിക്കും മോശമാണ്. നമ്മൾ 2 ആമ്പിള്ളേർ ഒരു പെണ്ണിൻ്റെ കൂടെ കിടക്കുന്നത് അതത്ര നല്ലതുമല്ല. അല്ല, നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നമ്മുടെ ലീഗിന് എന്തായാലും ഒറ്റക്ക് കിടന്ന കാര്യം ഞാൻ എന്തായാലും ചിന്തിച്ചിട്ടില്ല. കറക്റ്റാണ്. പക്ഷേ എങ്കിലും നമ്മുടെ കാര്യം കൂടെ നീ ഒന്ന് ആലോചിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാനും താങ്കൾ ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കാം. അതാ മോശപ്പെട്ട റൂമിൽ കിടക്കാം. പകരം നമ്മുടെ ബോഡി ഗാർഡായിട്ട് നമുക്ക് തൽക്കാലം നമ്മുടെ ഗ്യൂനെ വെച്ചാലോ? ഇത് കേട്ടപ്പോൾ ഗ്യൂ ഞെട്ടിത്തെറിച്ചു പോയി. പക്ഷേ മൈലീഗിനെ എൻ്റെ പക്കൽ നിന്ന് മാറ്റി നിർത്തുന്നത് അത്ര നല്ലതാണോ? എന്തായാലും കുഴപ്പമില്ല. വാർഡൻ മുൻ, താങ്കൾ എന്തായാലും നമ്മുടെ ലീഗിൻ്റെ കൂടെ തന്നെ നിന്നോണം. എന്ത്? അടുത്ത സെക്കൻഡ് തന്നെ ഹിയോബോങ് അവനെ വിളിച്ചിട്ട് പോകുകയും ചെയ്യും. വാ പെട്ടെന്ന് നമുക്ക് നമ്മുടെ റൂമിൽ പോകാം. ഈ സമയത്ത് ഹിയോനൊന്നും പറയാൻ ഒരു ഗ്യാപ്പ് പോലും കിട്ടുന്നില്ലായിരുന്നു. അതേസമയം ഹിയോബോങ് തിരിഞ്ഞു നോക്കുകയും ചെയ്യും നമ്മുടെ ഇയോൺ ഷിയനെ. എന്നിട്ട് കണ്ണടച്ച് കാണിച്ചിട്ട് അവൻ മനസ്സിൽ പറയുന്നുണ്ട്, മൈലീഗ്, ഇത് ഞാൻ താങ്കളുടെ ഹിയോബോങ് തന്ന ഒരു അവസരമാണ്. എന്തായാലും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തേക്ക്. ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. എടാ കുരിപ്പേ. പിന്നെ കാണിക്കുന്നത് അവർ നേരെ മുന്നിലേക്ക് നടക്കുന്നതാണ്. അല്ല, ഡിമോണിക് ആർട്ട് അക്കാഡമിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ. പക്ഷേ ഇതിങ്ങനെയല്ല, എൻ്റെ ഹൃദയം നന്നായിട്ട് വേഗത്തിൽ അടിക്കുവാണല്ലോ. അല്ല, ഞാൻ ശരിക്കും കാം ഡൗൺ ചെയ്യണം. എന്തിനാണ് ഇങ്ങനെയൊക്കെ? അല്ല, നമുക്ക് അകത്തേക്ക് കയറിയാലോ? പിന്നെ വാ കയറിയാം. അതിനുശേഷം അവർ നേരെ അകത്തേക്ക് കയറി. എന്നാൽ ഗ്യൂ ഞെട്ടിത്തെറിച്ച് പോകുകയാണ് ഉണ്ടായത്. കാര്യം അവിടെയായിട്ട് ഒരൊറ്റ ബെഡേ ഉള്ളായിരുന്നു. കൾട്ടി ലീഡർ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടായെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബെഡേ ഉള്ളല്ലോ. ഞാൻ പെട്ടെന്ന് വേറെ റൂമുണ്ടോ തിരക്കിട്ട് വരുന്നുണ്ട്. അവൾ നേരെ പുറത്തേക്കെടുത്ത് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. നമ്മുടെ ഇയോന് പോലും ഒന്നും പറയാൻ സാധിച്ചില്ല. അവളാട്ടെ ഒരു സ്ഥലത്ത് മാറി നിൽക്കുകയായിരുന്നു. ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? എൻ്റെ ഹൃദയം പൊട്ടുന്ന പോലെയാണ് തോന്നുന്നത്. ഇത്ര നെർവസ് ആകേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒന്ന് അടങ്ങി നിൽക്കി. പക്ഷെ എന്തായാലും സെയിം ബെഡ് അത് വേണ്ട, അത് മോശമല്ലേ. ഒരു ഡബിൾ ബെഡുള്ള റൂമെങ്കിലും തിരക്കാം. പിന്നെ കാണിക്കുന്നത് അവളവിടെ കൊട്ടുന്നതാണ്. അല്ല, ഹിയോബോങ്ങിൻ്റെ പ്രസൻസ് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവനെന്താണ് റൂം തുറക്കാത്തത്? ഹിയോബോങ്, പെട്ടെന്ന് തുറക്കടാ. നീയാ? എന്താണ്? അത് ഞങ്ങളുടെ റൂമിൽ ഒരു ബെഡേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഇവിടെ 2 ബെഡുണ്ടോ? ഒരു ബെഡേ ഉള്ളോ? ഒരു ബെഡേ ഉള്ളോ? ഹിയോബോങ്, നിൻ്റെ എക്സ്പ്രഷൻ എനിക്ക് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇവിടെ 2 ബെഡുണ്ടോ? അയ്യോ ക്ഷമിക്ക്, ഇവിടെ ഒരു ബെഡ് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
നീ കള്ളം പറയൂലേ? ഞാനെന്തിനാണ് കള്ളം പറയുന്നത്? ഞങ്ങൾക്ക് ഒരു ബെഡ് മാത്രമേ ഉള്ളൂ. ഇപ്പം സാർ ഞാങ്ങാട്ടെ നല്ല ഉറക്കത്തിലാണ്. അദ്ദേഹത്തിനെ വീണ്ടും കുത്തിപ്പൊക്കണം നിനക്ക്. എനിക്കൊന്നും വേണ്ടെന്നുണ്ട്. അവൾ നേരെ തിരിച്ച് പോവുകയും ചെയ്യും. എന്നാൽ ഈ സമയത്ത് ഹ്യൂവങ് ഒന്ന് ചിരിക്കുന്നുമുണ്ട്. ആ ടൈമിൽ തന്നെ അവൻ പറയുന്നുമുണ്ട്, എൽഡർ യാങ് റിയലി താങ്ക്സ് കേട്ടോ. ഓക്കെ ഇത്തവണത്തേക്ക് ഞാനൊന്ന് വിട്ടിരിക്കുന്നു. പക്ഷേ ഇനി അങ്ങനെ കാണത്തില്ല. ഓക്കെ സാർ. പിന്നെ കാണിക്കുന്നത് അവൾ ആ റൂമിൻ്റെ വാതിക്കെ നിൽക്കുന്നതാണ്. നാശം, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഹൃദയം നന്നായിട്ട് ഇടിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇതിൻ്റെ അകത്ത് കയറണോ? പെട്ടെന്നാണ് ആ ഡോറ് തുറന്ന് അവൾ ഞെട്ടിപ്പോവുകയും ചെയ്യും. അല്ല, എന്ത് പറ്റി? റൂമ് വല്ലതും ഇല്ല, അവിടെ ഒരു ബെഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണോ? എങ്കിൽ വാ, അകത്തേക്ക് വാ. മുൻക്യൂ, നീ എന്തായാലും ബെഡ് എടുത്തോ. ഞാനെന്തായാലും ലോട്ടസ് പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് മെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പോകുവാണ്. എന്ത്? നീ ബെഡ് കിടന്നോളാം, ഞാനെന്തായാലും ഇപ്പോൾ കിടക്കുന്നില്ല. അല്ല, ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? അദ്ദേഹത്തിന് നാണം വരുന്നുണ്ടോ? അദ്ദേഹം കംപ്ലീറ്റ് കൂടും ബോൾഡുമായിട്ടാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അല്ല, ഇനി എങ്ങനെ അദ്ദേഹത്തിന്? നീ എന്തായാലും വേഗം കിടന്ന് തുടങ്ങിക്കോ. അല്ല പക്ഷേ ഞാൻ ഓക്കെയാണ്. ശരിക്കും? ഓക്കെയാണ് എങ്കിൽ. പെട്ടെന്ന് അവളാട്ടെ ആ ഒരു കോട്ട് ഊരി അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ തല തിരിക്കുന്നുമുണ്ട്. അല്ല, താങ്കൾ ഇപ്പോഴും ആ ഒരു ഫേസ് മാസ്ക് അത് ഊരുന്നില്ലേ? അവനാട്ടെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നമ്മുടെ ഗിയും അവളുടെ ഫേസ് മാസ്ക് ഊരിയിട്ടുണ്ട്. പെട്ടെന്ന് അവളാട്ടെ അവൻ്റെ മുഖത്ത് കയറി പിടിക്കുകയും അത് വലിച്ച് ഊരുന്നുമുണ്ട്. ഞാൻ പറഞ്ഞല്ലേ താങ്കൾ എല്ലാ ദിവസവും ഇതിനകത്ത് അഡീസീവ് തേക്കണമെന്ന്. അതങ്ങനെ തേച്ചില്ലെങ്കിൽ ഈ മാസ്ക് പെട്ടെന്ന് മോശമാകുന്നതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായി ഇവളെ കണ്ടതാണ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത്. അല്ല, ചിലപ്പോൾ അന്ന് തന്നെയായിരിക്കും ഞാൻ ഇവളുടെ മുമ്പിൽ വീണു പോയത്. കൾട്ട് ലീഡർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾക്ക് എന്നെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇത് കേട്ടപ്പോൾ ഇവൻ കംപ്ലീറ്റ്ലി ഒന്ന് ഷോക്കായി. എന്നാൽ അവളാട്ടെ ഇവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അവിടെ ഒരു ഓക്വേർഡല്ല സൈലൻസ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അല്ല, അത് പിന്നെ അദ്ദേഹം ശരിക്കും ക്ലംസിയാണ്. അമ്മയുടെ കൂടെ അല്ലല്ലോ അദ്ദേഹം വളർന്നത്. ചിലപ്പോൾ ഇതെല്ലാം കാരണമായിരിക്കും അദ്ദേഹത്തിന് ഇതൊന്നും അത്ര നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ പെട്ടെന്നായിരുന്നു അവൻ്റെ കൈ പൊക്കി നമ്മുടെ ഗിയുവിൻ്റെ മുഖത്ത് പിടിച്ചത്. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, ഞാൻ ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോൾ മുതൽ അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ എപ്പോഴും നിന്നെപ്പറ്റി ആലോചിക്കാറുണ്ട്. ഇത് കേട്ടപ്പോൾ അവൾ കംപ്ലീറ്റ്ലി സർപ്രൈസ് ആയിപ്പോയി. ആ സമയത്ത് അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയും അവിടെ വർക്കൗട്ടായി. ഈ സമയത്ത് തന്നെ അവൻ വിളിക്കുകയും ചെയ്യും, മുൻകിയോ എനിക്ക്. ഈ സമയത്ത് അവൻ്റെ രണ്ട് കൈയും അവളുടെ മുഖത്തേക്ക് പിടിച്ചു. യൂസറിൻ്റെ ഹെയ്റ്റ് റേറ്റ് നന്നായിട്ട് റാപ്പിഡ്ലി ഇൻക്രീസ് ആവുന്നുണ്ട്. ഞാനോ? യെസ് മാസ്റ്റർ. മ്യൂട്ടിങ്. ആ സമയത്ത് അവർ രണ്ടുപേരും പരസ്പരം ചുംബിച്ചുകൊണ്ടാണ് നാനോ മിഷൻ്റെ സീസൺ 1 ഇവിടെ അവസാനിക്കുന്നത്.